മഞ്ഞുമലയുടെ അറ്റം എന്നാണല്ലോ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഇതിനെ ചൂണ്ടിക്കാണിച്ചത്. മഞ്ഞുമലയുടെ അറ്റം. ഈ മഞ്ഞുമലയുടെ അറ്റം മാത്രം പുറത്തു വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ ആര് പുറത്തു കൊണ്ടുവരും? ഇവിടെ ഇപ്പോൾ MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. അത് പോരാ എന്നാണ് PV അൻവർ പറയുന്നത്. ജുഡീഷ്യൽ അന്വേഷണം വേണം. നാളെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനാണ് അദ്ദേഹം പോകുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചൊരു CBI അന്വേഷണം വേണം, CBI വരണം എന്നുള്ളതാണോ നിങ്ങളുടെ ആവശ്യം? തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാം ആവശ്യപ്പെട്ടത്. CBI അന്വേഷണം വേണം തന്നെയാണ്. ഞാൻ അതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ പറയാം. ബഹുമാന്യപ്പെട്ട പിണറായിസ്റ്റ് നിരീക്ഷകന്റെ ഒബ്സർവേഷൻസ് ഇവിടെ കണ്ടു. എന്റെ ഒരു അഭിപ്രായം സ്മൃതി പരുത്തിക്കാടിനെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാക്കണം എന്നുള്ളതാണ്. കാരണം ഈ വാർത്തകൾ ഈ സത്യങ്ങളൊക്കെ പുറത്ത് പോലീസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം മാധ്യമപ്രവർത്തകർക്കാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ആളങ്ങ് ഇറങ്ങിയിട്ട് സ്മൃതി പരുത്തിക്കാടിനെയോ അല്ലെങ്കിൽ അരുൺകുമാറിനെയോ ഒക്കെ പിടിച്ച് ആഭ്യന്തരമന്ത്രിയാക്കി ഇരുത്തിയാൽ മതിയല്ലോ. അത്രയല്ലേ ഉള്ളൂ. സ്മൃതി ഇപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ അറിയോ? പഞ്ചാബി ഹൗസിലൊരു രംഗമുണ്ട്. ദിലീപിനെയും അശോകനെയും ഈ പഞ്ചാബി ഹൗസിലേക്ക് കൊണ്ടുപോയി വിട്ടിട്ട് പൊട്ടനും പോയേ ചട്ടനും പോയേ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി വരുന്ന കൊച്ചിൻ ഹനീഫയുടെ ഒരു രംഗമുണ്ട്. സത്യത്തിൽ ആ രംഗത്തിന്റെ പുനരാവിഷ്കരണമാണ് കേരളത്തിൽ നടക്കുന്നത്. EP ജയരാജന്റെ പുറത്താക്കൽ മുതൽ കേരളത്തിൽ പിണറായി വിജയനെതിരെ വരാൻ സാധ്യതയുള്ള മുഴുവൻ ആരോപണങ്ങളെയും ഇല്ലാതെയാക്കുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന തന്ത്രമാണ് ഇത് എന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നു. കാരണം ഇതിന് രണ്ടു വശത്തും നിൽക്കുന്നത് ഇപ്പൊ PV അൻവറും ADGP അജിത് കുമാറുമാണല്ലോ. രണ്ടു വശത്തും നിൽക്കുന്നത് പിണറായിയുടെ ഇടങ്കയും വലങ്കയുമാണ്. PV അൻവർ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ പിണറായി വിജയനെ CPMന്റെ അംഗങ്ങളെക്കാൾ അപ്പുറത്ത് പിണറായി വിജയൻ ഭക്തിയോടെയും പിണറായി വിജയൻ രാഷ്ട്രീയമായി ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്താണ്. ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ ചെസ്റ്റ് നമ്പർ ഇട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണോ PV അൻവർ പറയുന്നത് അതേ നിലയ്ക്ക് ഈ പോലീസ് പ്രവർത്തിക്കുകയും ചെയ്തെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഭൂമി തട്ടിപ്പ് കേസിൽ ഉൾപ്പെടെ അൻവറിന് എങ്ങനെയാണ് പരിരക്ഷ കിട്ടുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. PV അൻവർ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പിണറായി വിജയന്റെ അനുഗ്രഹാശിസ്സുകളുണ്ട്. പിണറായി വിജയൻ പറയാതെ അറിയാതെ PV അൻവർ ഇതൊന്നും ചെയ്യില്ല എന്ന് പച്ച വെള്ളം കുടിക്കുന്ന സകല മനുഷ്യർക്കും അറിയാം. PV അൻവർ ഈ CPMന്റെ പതാക ഇട്ടുകൊണ്ട് ഞാൻ അവസാനം വരെ CPM കാരനായിരിക്കും എന്ന് പറയുന്നതിന്റെ രാഷ്ട്രീയവും അത് തന്നെയാണ്. ഇനി മറ്റൊന്നുകൂടി ആലോചിച്ച് നോക്കൂ. വൃന്ദ കാരാട്ട് കഴിഞ്ഞ ദിവസം മുകേഷിനെതിരെ ഒരു പ്രസ്താവന നടത്തി. മുൻപറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടല്ല, മുകേഷ് രാജിവെച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ന്യായം വ്യക്തമാക്കണമെന്ന് വൃന്ദ കാരാട്ട് പറയുണ്ടായി. നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ആ വൃന്ദ കാരാട്ടിനെ വരെ ആക്ഷേപിച്ച CPM ഹാൻഡിലുകളുണ്ട്. PV അൻവറിനെ ശശിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വെറും പാഴ്വസ്തുവാണ്. അവിടെ ഒന്നും നടക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക് യാതൊരു നിയന്ത്രണമില്ല. അത് ഒരു വലിയ ഗൂഢസംഘത്തിന്റെ കയ്യിലാണ് എന്നാണല്ലോ PV അൻവർ പറഞ്ഞത്. ഏതെങ്കിലും ഒരു CPM കാരൻ PV അൻവറിനെതിരെ എഴുതിയുന്നുണ്ടോ? പോരാളി ഷാജി ഇവിടെ പോയി, മറ്റുള്ളവരുടെ പോയി. അപ്പൊ PV അൻവറിന് CPMന്റെ പൂർണ്ണമായ പരിരക്ഷയുണ്ട്. ഇപ്പുറത്ത് നിൽക്കുന്ന അജിത് കുമാർ, ആരാ അജിത് കുമാർ? സ്വപ്ന കേസിൽ ഒരു മാധ്യമപ്രവർത്തകൻ ഒരു മൊഴിയുമായി പുറത്തു വന്നപ്പോൾ അല്ലെങ്കിൽ വന്ന് കണ്ടപ്പോൾ അയാളുടെ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിടിച്ചെടുക്കാതെ അയാൾക്ക് സംസ്ഥാനത്ത് നിന്ന് രക്ഷപ്പെടാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയും പലതവണ അയാളെ വിളിക്കുകയും 32ഓളം തവണ അയാളെ വിളിക്കുകയും അയാളെ നേരിൽ കാണുകയും ചെയ്തുകൊണ്ട് പിണറായി വിജയന്റെ കള്ളത്തരം മറച്ചുവെക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് ADGP അജിത് കുമാർ. അദ്ദേഹത്തെ വിജിലൻസിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി 2022 നടപടികൾ എടുത്തതാണ്. അന്നും S വെങ്കടേഷിനാണ് പകരം ചുമതല കൊടുത്തത്. അപ്പോൾ അതിന്റെ ഒരു തനിയാവർത്തനമാണോ ഇപ്പോൾ 2024 സംഭവിക്കാൻ പോകുന്നത്? കാരണം പിന്നീട് അദ്ദേഹത്തിന് പൂർവാധികം ശക്തിയോടെ പുതിയ പോസ്റ്റ് കൊടുക്കുകയായിരുന്നു. ശ്രുതി, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ മാറിയ അജിത് കുമാർ പിന്നെ വരുന്നത് ADGP ആയിട്ട് ചുമതലയുള്ള ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP ആയിട്ടാ. 4 മാസം നിങ്ങൾ കാത്തിരിക്കണ്ട, ഈ ചിത്രം മുഴുവൻ മാറും. പിണറായി വിജയന്റെ കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാൻ, കുറ്റകൃത്യം എന്ന് ബോധപൂർവമാണ് ഞാൻ പറയുന്നത്, കുറ്റകൃത്യങ്ങൾ മറച്ചുവെക്കാൻ നടക്കുന്ന രാഷ്ട്രീയ നാടകം മാത്രമാണിത്. CPM-നകത്തെ ആഭ്യന്തര തർക്കവും അതുപോലെ തന്നെ CPM അകപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയിൽ നിന്നും മറികടക്കുന്നതിന് വേണ്ടി കൊച്ചിൻ ഹനീഫ ചിരിച്ചോണ്ട് നടന്നുപോയ പോലെ പിണറായി വിജയൻ ഇന്ന് ക്ലിഫ് ഹൗസിലിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക. ഈ ചർച്ചയെല്ലാം അടങ്ങുമ്പോൾ ADGP അജിത് കുമാർ തിരിച്ചു വരും.
ഒരു സംശയവും വേണ്ട. ഇവരെല്ലാം തിരിച്ചു വരും. PV അൻവർ ശക്തനായിട്ട് ഈ പാർട്ടിയിൽ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കൂ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ മുഴുവൻ ആരോപണവും ശരിവെച്ചതല്ലേ PV അൻവർ? സ്വർണ്ണക്കള്ളക്കടത്ത് കേസിനകത്തുള്ള ഇൻവോൾവ്മെന്റ് മുതൽ, കൊലപാതകം മുതൽ, തട്ടിക്കൊണ്ടുപോകൽ മുതൽ, രാജ്യവിരുദ്ധ പ്രവർത്തനം മുതൽ എത്രയെത്ര കാര്യങ്ങൾ, ഇത് മുഴുവൻ PV അൻവർ ശരിവെക്കുകയല്ലേ? അപ്പോ ഇനി മഞ്ഞുമലയുടെ അറ്റം എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന്റെ ഒരു വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ ഈ സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ നിങ്ങളൊന്ന് പുറകിലേക്ക് ചിന്തിച്ചാൽ മതി. പുറകിലേക്ക് ചിന്തിച്ചാൽ അന്ന് ഉയർന്നു വന്ന ആരോപണങ്ങൾക്ക് മുഴുവൻ സാധുത PV അൻവർ തരുന്നുണ്ട്. അപ്പൊ കേരളം ഭരിക്കുന്നത് ഇന്ന് ഏറ്റവും വലിയ ഗൂഢസംഘത്തിന്, ക്രിമിനൽ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന, രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന പിണറായി വിജയനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. MR അജിത് കുമാർ എല്ലാവരുടെയും ആളാണ് എന്നുള്ളതാണല്ലോ ആരോപണം. എല്ലാവരുടെയും ആളാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുമായി പ്രത്യേക ആഭിമുഖ്യമല്ല. അദ്ദേഹത്തിന് ചില പ്രത്യേക താല്പര്യങ്ങളോടെ എല്ലാവരുടെയും ആളാകുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെയും ആളായിരുന്നു. സോളാർ കേസിന്റെ ഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. മുൻ മുഖ്യമന്ത്രിക്കെതിരെയും കേസ് വന്ന ഘട്ടത്തിലും KC വേണുഗോപാലിനെതിരെ ആരോപണം വന്ന ഘട്ടത്തിലുമൊക്കെ അത് ഒന്ന് സെറ്റിൽ ചെയ്യാൻ പരാതിക്കാരിയുമായി ചർച്ച നടത്തിയത്, അത് കോടതിയിൽ തന്നെ എത്തിയതാണ്. CBIക്ക് നൽകിയ പരാതിയിലും അവർ പറഞ്ഞിരുന്നതാണ്. CBIക്ക് നൽകിയ മൊഴിയിലും പരാതിക്കാരി പറഞ്ഞിരുന്ന കാര്യമാണ്. അപ്പോൾ അതിലും MR അജിത് കുമാറിന് പങ്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു അജിത് കുമാറിന്റെയും വക്കാലത്തിന്റെ ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഉമ്മൻചാണ്ടി മുതൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞ എല്ലാവർക്കുമെതിരെ അന്ന് ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ പൊതുസമൂഹം പോലും സ്വീകരിച്ചതൊന്നല്ല. മനസ്സിലായില്ലേ? പക്ഷേ ഇവിടെ നോക്കൂ, എന്താണെന്ന് നോക്കൂ. ഈ അജിത് കുമാർ എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന് എല്ലാ സംരക്ഷണവും കൊടുക്കുന്നതാരാ? സ്മൃതി ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ ഉമ്മൻചാണ്ടിക്ക് KC വേണുഗോപാലിന് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് ഇരിക്കട്ടെ. ഇനി നിങ്ങൾ പറയുന്നത് തൽക്കാലത്തിന് വാദത്തിന് വേണ്ടി ഞാൻ എടുക്കുക. അങ്ങനെയുള്ള ഒരാളെ, അല്ലെങ്കിൽ ഇത്രമാത്രം നൊട്ടോറിയസ് ആയിട്ടുള്ള ക്രിമിനൽ ആയിട്ടുള്ള ഒരാളെ അൻവർ തന്നെ ശശിയോട് പല പ്രാവശ്യം പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. ശശിയോട് പറഞ്ഞാൽ മുഖ്യമന്ത്രിയോട് പറയില്ല എന്ന് നമ്മൾ ധരിക്കരുത്. അപ്പൊ അത്രമാത്രം ക്രിമിനൽ ആയിട്ടുള്ള ആളെ തന്റെ ഓഫീസിനകത്ത് ഇരിക്കുന്ന ഒരാളുടെ കൂടെ ചേർന്നുകൊണ്ട് കള്ളക്കച്ചവടം നടത്തുന്ന ആളെ ഇപ്പോഴാണോ അറിഞ്ഞത്? ഇപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇന്റലിജൻസ് സംവിധാനമൊക്കെ വെറുതെ എന്തിനാ നമ്മുടെ നികുതി പണം എടുത്ത് ചെലവാക്കുന്നത്? ആ ഇന്റലിജൻസ് സംവിധാനമൊക്കെ അങ്ങ് പിരിച്ചുവിടണം. ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിലൊരു MLA പറയുകയാണ് എനിക്ക് തോക്കുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കുന്ന സ്മൃതി, സാധാരണക്കാരായ പാവങ്ങളായ നമ്മുടെ അവസ്ഥയാ. ആളെ കൊല്ലിക്കുന്ന, ആളെ തട്ടിക്കൊണ്ടുപോകുന്ന, സ്വർണ്ണ കച്ചവടം നടത്തുന്ന മാഫിയ സംഘമായിട്ടുള്ള കേരളത്തിന്റെ ദാവൂദ് ഇബ്രാഹിമിന്റെ കീഴിൽ നമ്മൾ ജീവിക്കണം എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ദാവൂദ് ഇബ്രാഹിമിനെയും ഛോട്ടാ രാജനെയൊക്കെ നിയന്ത്രിക്കുന്ന ശക്തി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ആ ശക്തിയുടെ നിലയിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത്. ഇത്രമാത്രം ക്രിമിനലായ ഒരു മുഖ്യമന്ത്രിയുടെ കീഴിൽ നമ്മൾ പൗരന്മാരായി ഇരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞത് ഭീതിജനകമല്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രമാത്രം ഗുണ്ടാ അഴിഞ്ഞാട്ടം ഉണ്ടായത്? ഇതെല്ലാം പുറകിലേക്ക് പോകണം. ഇതിലെല്ലാം പുറകിലേക്ക് പോയാൽ ഇവരുടെ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ട ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പോലീസിന്റെ തലപ്പത്തിരുന്ന ഒരു ക്രിമിനലാണ്. ആ ക്രിമിനലിന് സംരക്ഷണം കൊടുത്തിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം. അദ്ദേഹം CBIയുടെ അന്വേഷണം നേരിടണം. CBIയുടെ അന്വേഷണം നേരിട്ടാൽ എന്തു സംഭവിക്കും എന്നുള്ളത് നമുക്ക് സ്വർണ്ണക്കള്ളടത്ത് ഉൾപ്പെടെ ഉള്ള പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമേരിക്കയിലെ FIA അവരെ വിളിക്കാൻ CA ഒന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് FBI ഒന്നും വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് തൽക്കാലം CBI അന്വേഷിക്കട്ടെ. നമുക്ക് പൊതു ജാഗ്രതയോടെ ഇരിക്കാം. എന്ത് സംഭവിക്കുന്നു എന്ന് കാണാം. Debate with Smriti Parithikad.